കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില പ്ലാന്റുകളെ പറ്റിയതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് സൗഭാഗ്യം തരുന്ന ചെടികളുമുണ്ട്, അതേസമയം ദോഷമുളവാക്കുന്ന ചെടികളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനെന്ന് പറയുന്നത് ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതൊരു മലേഷ്യയിൽ നിന്നാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇത് നമ്മളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. അത് യഥാർത്ഥത്തിലെന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ് സൗത്ത് ഈസ്റ്റിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ അപൂർവം ചില വീടുകളിൽ സൗത്ത് ഈസ്റ്റിൽ വെക്കുമ്പോഴത്തേക്ക് അവിടെ കലഹവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്ക് ആ സൗത്ത് ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം സ്റ്റാർ, അത് 3 എന്ന് പറഞ്ഞ സ്റ്റാർ ആണ് നിൽക്കുന്നതെങ്കിലാണ് അവിടെ ആ വഴക്കുണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. നോർമലി അവിടെ വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി തരുന്നൊരു ചെടിയാണ്. അതേസമയം തന്നെ അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി തരുന്നൊരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ മണി പ്ലാന്റിനെ പറ്റി മാസ്റ്റേഴ്സിന്റെ ഇടയിൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് സ്വന്തമായി നിൽക്കാൻ ശേഷിയുള്ള ഒരു ചെടിയല്ല. അപ്പോൾ ഒന്നുകിൽ നമ്മളൊരു വൃക്ഷത്തിലോ അല്ലെങ്കിൽ വേറൊരു സപ്പോർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഒരു കയർ കെട്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ഇതിനെ പടർത്തി വിടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് സ്വന്തമായി നിൽക്കാൻ പറ്റാതെ ഒരു തൂണിൻ്റെയോ ഒരു തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു കയറിൻ്റെയോ സപ്പോർട്ടോടുകൂടി പടർന്ന് കയറുമ്പോൾ അത് ഒരു സിംബോളിക്കായിട്ട് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്കും വരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്വന്തമായിട്ട് നിൽക്കാൻ ഉള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതെ നമ്മൾ ലോണും മറ്റുമൊക്കെ ആശ്രയിക്കേണ്ടി വരും. ഞാൻ ഒരുപാട് വീടുകളിൽ നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ള ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഈ മാസ്റ്റേഴ്സിനിടെ തന്നെ 2 അഭിപ്രായമുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ നോളജ് വെച്ചിട്ട് ഞാൻ പല വീടുകളിലും അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു 90% വീടുകളിലും ഈ അവർക്ക് ഇത് പറയുന്ന കണക്ക് ലോണിനെ ആശ്രയിക്കേണ്ടി വന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് താന്ന് കിടന്ന് താഴോട്ട് വളർന്നാലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മണി പ്ലാന്റിനെ ഞാൻ അത്രയും അങ്ങനെ നിർദ്ദേശിക്കുന്നില്ല. ലക്കി ബാമ്പു നല്ല വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനും വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഒക്കെ നല്ലതാണ്. പക്ഷെ അതുപോലെ തന്നെ ഇത് യാതൊരു കാരണവശാലും ബെഡ്റൂമിൽ ഇത് ഉപയോഗിക്കാനും പാടില്ല. ഇത് ഡൈനിങ് ഹാളിലോ ലിവിംഗ് റൂമിലാണ് ഉപയോഗിക്കാൻ നല്ലത്. സൗത്ത് ഈസ്റ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ. ഇതല്ലാതെ ഫെങ്ഷി പ്രകാരം അത് വേറെ പല ഡയറക്ഷനിലേക്ക് മാറുന്നുണ്ട്. അത് ആ ഫ്ലെയിങ് ഇതനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുള്ളുള്ള ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് എനർജികളാണ് തരുന്നത്. അത് കണക്ക് തന്നെ ബോൺസായി പോലുള്ള ഉയരം വരാത്ത ചെടികൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയെ എപ്പോഴും അത് മുരടിച്ച് കളയും. അപ്പം നമുക്ക് നമ്മുടെ ഒരു സ്ട്രെങ്തിനനുസരിച്ചിട്ട് നമുക്ക് ഉയരാൻ പറ്റാത്തൊരവസ്ഥ അത് ഉണ്ടാക്കും. അപ്പോൾ ബോൺസായി നല്ലതല്ല, പിന്നെ മുള്ളുള്ള ചെടികൾ നല്ലതല്ല. ഇത്തരം ചെടികളെ പരമാവധി ഒഴിവാക്കുക. അത് കണക്ക് തന്നെ പ്ലാന്റ് നമ്മൾ സൂക്ഷിക്കുമ്പോഴത്തേക്കും കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. കിഴക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഫുങ്ഷയിൽ എപ്പോഴും അത് ഹെൽത്തിന്റെ ഏരിയയാണ്. അപ്പോൾ ഹെൽത്തിന്റെ ഏരിയയിൽ ഈ പ്ലാന്റ് വെക്കുന്നത് അത് കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കും. സൗത്ത് ഈസ്റ്റിൽ പ്ലാന്റ് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും. നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് അവിടുത്തെ സ്റ്റാർ മോശമായിരിക്കും. അപ്പം നിങ്ങളൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ വിളിച്ച് അത് കാണിച്ച് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എപ്പോഴും നമ്മൾ ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം ബേസ് ആണ്. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്ന ആൾക്ക് വേണമെങ്കിലും അവർക്ക് പറയാം നിങ്ങൾ കിഴക്ക് വശത്തൊരു ചെടി വെക്കുക, തെക്ക് കിഴക്ക് ഒരു മുളച്ചെടി വെക്കുക എന്നൊക്കെ അവർക്ക് പറയാം. വടക്ക് വശത്തൊരു അക്വേറിയം വെക്കുക. ഇതൊക്കെ ഒരു ബുക്കിൽ നിന്ന് കിട്ടുന്ന നോളജാണ്, ആർക്ക് വേണമെങ്കിലും പറയാം. അതേസമയം ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലൈങ് സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നോക്കിയാണ് നമ്മളൊരു വീട് കറക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു എനർജിയും ആ ഒരു ഐശ്വര്യവും എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കും. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇത് മാത്രമായിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫ്ലൈങ് സ്റ്റാർ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാവും.